CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നിലമ്പൂർ സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് റേഷൻ കടയ്ക്ക് സമീപം രൂപപ്പെട്ട അപകടക്കുഴി സന്നദ്ധ പ്രവർത്തകർ താൽക്കാലികമായി അടച്ചു. പെരുമ്പിലാവ് പ്രോഗ്രസീവ് ക്ലബ് അംഗങ്ങളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നാണ് അപകടക്കെണിയും ഗതാഗത കുരുക്കുമായി മാറിയ വലിയ കുഴികൾ കല്ലും മണ്ണുമിട്ട് താൽക്കാലികമായി അടച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്തെ റോഡിലെ വിള്ളൽ അപകട ഭീഷണിയാകുന്നു. റോഡിന് നടുവിലത്തെ പാലത്തിന് മുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ആറ്റുപുറം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ തൃശൂർ അതിരൂപത അധ്യക്ഷനും ദേശീയ CBCI പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശനം നടത്തി. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവകയിൽ മതബോധന ദിനാഘോഷം സംഘടിപ്പിച്ചു. ദേവാലയ അങ്കണത്തിൽ നടന്ന മതബോധന ദിനാഘോഷം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിനാഘോഷങ്ങൾ കൊടികയറി. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലെ യുവജന പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ധനശേഖരണാർത്ഥം തിരുവോണ ദിനത്തിൽ നടത്തുന്ന പായസ വിതരണത്തിന്റെ കൂപ്പൺ വിതരണം ആരംഭിച്ചു. മരത്തങ്കോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ജൂലൈ 26 മുതൽ ലതീഞ്ഞും നൊവേനയോടുകൂടിയുള്ള നവനാൾ തിരുകർമ്മങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള MYM യൂത്ത് അസോസിയേഷന്റെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി യൂത്തിനൊരു കൈത്താങ്ങ് 2 രൂപ ചലഞ്ചിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും തണ്ടിലം പള്ളി മാതൃവേദിയും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദിവസം തോറും നടത്തിവരുന്ന പാഥേയം പദ്ധതിയിൽ തിരുവള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് പൊതിച്ചോർ വിതരണം ചെയ്തു. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ 1000 കുടം ജലധാര നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി സുധീഷ് മുഖ്യ കാർമ്മികനായി. നാബെറ്റ് അംഗീകാരത്തിന്റെ നിറവിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ 2 വർഷം നീണ്ട ചിട്ടയായ പ്രവർത്തനത്തിലൂടെയാണ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ ദേശീയ മികവിലെത്തിയത്. ഗുരുവായൂർ തൈക്കാട് VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മുരളി പെരുന്നെല്ലി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലാപ്ടോപ്പുകൾ നൽകി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുരളി പെരുന്നെല്ലി MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് മാതൃപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്ര മേൽശാന്തി രാജേഷ് ഗോവിന്ദൻ നമ്പൂതിരി വിശേഷാൽ പൂജകൾക്കും മുഖ്യ കാർമ്മികനായി. വയനാടിനായി നാടൊന്നിക്കുന്നു. വിവിധ മേഖലകളിൽ നിന്ന് സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നു. ഒറ്റയല്ല കൂടെയുണ്ട് എന്ന അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടാണ് ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. തീരാനോവായ വയനാട് ദുരന്തവും ഷിരൂരിൽ കാണാതായ അർജുനു വേണ്ടിയും തന്റെ കർമ്മ മേഖലയിലൂടെ അനുശോചനം അറിയിക്കുകയാണ് ഫാഷൻ ഡിസൈനറും വിദ്യാർത്ഥിനിയുമായ എരുമപ്പെട്ടി സ്വദേശി അഞ്ജന. ചിത്രകാരൻ EVS സന്തോഷിന്റെയും കാർത്തികയുടെയും മകളാണ് അഞ്ജന. പച്ചക്കറി കൃഷി വികസനം സംരക്ഷിത കൃഷി പദ്ധതി പ്രകാരം ചാവക്കട നഗരസഭയുടെ കീഴിലുള്ള 22ാം വാർഡിൽ മേലേപ്പുരയ്ക്കൽ വിശ്വനാഥന്റെ കൃഷിയിടം പാട്ടത്തിനെടുത്ത് ചെയ്ത വെണ്ട കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തുമ്പിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ഇല്ലനിറയും ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.